ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PC വീണ്ടും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്, വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും പരമാവധി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ 7/2024 എന്ന് പറയുന്ന RRB ടീച്ചർ വേക്കൻസി PGT, TGT, PRT ഓക്കെ, ഇതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ടുള്ള വിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ RRB ടീച്ചർ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട്, ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അയക്കുന്നതിൻ്റെ എല്ലാ വീഡിയോസും, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകൾ, ആധാർ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും വീഡിയോ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഫോട്ടോയുടെ സൈസ്, അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സൈസ്, ഇതെല്ലാം മനസ്സിലാക്കി അതെല്ലാം ചെയ്തതിന് ശേഷം റെഡിയാക്കിയിട്ട് കഫേ പോയിരുന്നോ വീട്ടിലിരുന്നോ എന്ത് ചെയ്യുക, വളരെ സാവധാനത്തിൽ ഇന്നും നാളെ ആയിട്ടൊക്കെ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ, ആദ്യം പറയുന്നത് പോലെ തന്നെ, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ നേരിട്ട് വിളിച്ചോ. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന 2 നമ്പറുണ്ട്, അതിലേതെങ്കിലും ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് ആ സംശയം തീർക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള റെയിൽവേ ടീച്ചർ വേക്കൻസി, മറ്റ് നമ്മൾ പറഞ്ഞ KVS സംഘത്തിൻ്റെ വേക്കൻസി, ഇതൊക്കെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കിടക്കാം. നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ കോഴ്സ്, അതായത് ഈ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ടീച്ചർ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ്, നമ്മൾ ഓൺലൈൻ കോഴ്സ് 50% റിഡക്ഷന് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. തേഴ്സ്ഡേ മുതൽ, വരുന്ന വ്യാഴാഴ്ച മുതലാണ് അതിൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുകയും ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ വിശദമായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസാണ്. നമ്മൾ 2000 രൂപ ഫീസിൽ ഇപ്പോൾ വൈകിയ വേളയിൽ നമ്മൾ വെറും 599 രൂപ, 599 രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ലൈവ് ക്ലാസ് ഉണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, അതിൻ്റെ PDF, നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ അനാലിസിസ്, ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്ക് അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ കേരള PSCയുടെ HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ HSAക്ക് വേണ്ടിയുള്ള ജനറൽ മാത്രമുള്ള ബാച്ച്, ഇതെല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ എല്ലാ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ അതിലും കൂടി എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, എല്ലാവരും ഒരുപാട് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതായത് ക്ലോസിംഗ് ഡേറ്റ്, അതായത് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് CEN നമ്പർ 7/2024 recruitment for the various posts of ministerial and isolated categories published on the website Railway Recruitment Board 6/1/2025. അതിന് പ്രകാരം ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ദ ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി, ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരുന്നത്. രണ്ടാമതായിട്ട് വീണ്ടും ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. 21/2/2025, 21-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനിയും 6 ദിവസമുണ്ട്. ഇന്നിപ്പം 17 ആയതേ ഉള്ളൂ. 17, 3, 20, 21, 4-5 ദിവസം നിങ്ങൾക്കുണ്ട്. അപ്പൊ ഇന്ന് വരെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ മുകളിൽ പറഞ്ഞ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം, ആ പ്രോസസ്സുകളെല്ലാം മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അയക്കുക. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ ഒരിക്കലും നഷ്ടമാവുന്നില്ല. ഏജ് എന്ന് പറയുന്നത് എപ്പോഴും സംശയം നിങ്ങൾ ചോദിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട് 48 വയസ്സാണ്. 48 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 48, അതായത് PSCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാതെ ഏജ് ഓവറായിരിക്കുന്ന എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 48 വയസ്സാണ്. ഓക്കെ, എല്ലാ കാറ്റഗറിക്കും 48 വയസ്സാണ്. പിന്നെ ടെറ്റ് വേണ്ടെന്നല്ല, സി ടെറ്റ് വേണ്ട. ടെറ്റ് മതി.
സി വേണ്ട, സി ടെറ്റ് ഉള്ളവർക്ക് സി ടെറ്റ് വെച്ച് അപ്ലൈ ചെയ്യാം. സി ടെറ്റ് വേണ്ട, ടെറ്റോ അല്ല സെറ്റോ. ഓക്കെ, അതാത് സംസ്ഥാനത്തിന്റെ ടെറ്റോ സെറ്റോ ഉള്ളവർക്കും PG + BEd ഉള്ളവർക്കും മിക്ക പോസ്റ്റുകളിലും അപ്ലൈ ചെയ്യാം. അപ്പം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്താതെ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ പേ ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് 21/2/2025. അപ്പൊ അതായത് ഇന്ന് മുതൽ 17-ാം തീയതി 18-ാം തീയതി 2017 18 ഫീസ് അടയ്ക്കേണ്ടിയിരുന്ന ഡേറ്റ്. പക്ഷെ അത് 22 23 വരെ മാറ്റി. 23-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. ഓക്കെ, ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതായത് മുമ്പേ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 23-ാം തീയതി വരെ അതിനുള്ള ടൈമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ആൻഡ് ടൈം ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് വിൻഡോ ഫോർ ഓക്കെ ആപ്ലിക്കേഷൻ ഫ്രം ഇൻക്ലൂഡിംഗ് അപ്ലൈഡ് RRB വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീസ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ എറർ ഉണ്ടെങ്കിൽ തിരുത്തതിന് വേണ്ടി, അതായത് നമ്മുടെ ഫസ്റ്റ് പേജ് ഒഴികെയുള്ള ബാക്കിയെല്ലാം നമുക്ക് തിരുത്താൻ പറ്റുന്നതാണ്. എത്ര രൂപ? 250 രൂപ ഫീസ് അടച്ചുകൊണ്ട് 250 രൂപ ഫീസ് അടച്ചുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ എറർ ഉണ്ടെങ്കിൽ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ അതിന്റെ ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് 5/3/2024 മുതൽ 24/2025 മുതൽ 5/3/2025 വരെ. ഡേറ്റ് ആൻഡ് ടൈം ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ മോഡിഫിക്കേഷൻ ദ ആപ്ലിക്കേഷൻ ഫോം 5/3/2025 24-ാം തീയതി മുതലാണ് കേട്ടോ. അപ്പൊ ഇന്നലേക്ക് അപ്ലൈ ചെയ്തവര് ഇന്ന് തിരുത്താനായിട്ടിരിക്കേണ്ട, 24-ാം തീയതി ആ വിൻഡോ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചോളുക. ഓക്കെ, അതില് വിത്ത് പേയ്മെന്റ് ഉണ്ട്. പ്ലീസ് നോട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫ്രം കനോട്ട് ബി. അത് ഞാൻ പറഞ്ഞല്ലോ, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഫസ്റ്റ് പേജ് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, ആധാർ കാർഡ്, ഇതൊക്കെ കൊടുക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഓക്കെ, ബാക്കിയുള്ള എല്ലാ പേജസും നമുക്ക് മോഡിഫൈ ചെയ്യാം. ഇനി താഴെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അതായത് മുമ്പ് പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഡേറ്റ് ആൻഡ് മോഡിഫിക്കേഷൻ വിൻഡോ കറക്ഷൻസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം വിത്ത് ദ പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ. അതായത് 5/3/2000 ഒരു നല്ലൊരു ശുഭ വാർത്തയാണ്. അതായത് 24-ാം തീയതി മുതൽ 24/2/2025 മുതൽ 5/3/2025 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോഡിഫിക്കേഷൻ നടത്താം. ഞാൻ ഈ പറഞ്ഞ ഫീസ് ഇല്ല, ഫ്രീ ആയിട്ട് 5-ാം തീയതി വരെ ഫ്രീ ആയിട്ട് വിത്തൗട്ട് പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീ കൊടുക്കാതെ 24-ാം തീയതി മുതൽ അടുത്ത മാസം മാർച്ച് 3-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോം മോഡിഫിക്കേഷൻ ചെയ്യാം. ഇനി അന്നും മോഡിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോ ഫോർ കറക്ഷൻസ് ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം വിത്ത് പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ. ഓക്കെ, അതായത് പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് 6-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എന്ത് ചെയ്യാം, മോഡിഫിക്കേഷൻ ചെയ്യാം. അപ്പൊ നല്ലൊരു വാർത്തയാണത്. നിങ്ങളുടെ ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, മോഡിഫിക്കേഷനും ഫീസ് മാറ്റിയിട്ടുണ്ട്. ഫീസ് കൊടുത്തും ഫീസ് കൊടുക്കാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ എല്ലാ സ്റ്റെപ്സുകളും അതിൽ ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെയും വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അത് ആരാഞ്ഞതിന് വളരെ ശ്രദ്ധയോടുകൂടി ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കുക. യഥാർത്ഥ നിങ്ങളുടെ പോസ്റ്റുള്ള RRB നോക്കിയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും കാര്യങ്ങളും ആപ്ലിക്കേഷൻ അയക്കാനുള്ള ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും. ഓക്കെ, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് RRBയുടെ സൈറ്റിലേക്ക് കയറിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ അയക്കുക, തെറ്റ് വരുത്താതെ. അപ്പൊ പിന്നെ രണ്ടാമത് വീണ്ടും നിങ്ങൾ അതിനിടന്ന് ഓടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ മുന്നേ ഫീസ് അടച്ചവർക്ക് ഡേറ്റ് എന്ന് പറയുന്നത് ഈ 17 മുതൽ 18 വരെ എന്നുള്ളത് 22 മുതൽ 23-ാം തീയതി വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടി അവസാനമായിട്ട് പറയണ്, 21-ാം തീയതി വരെ അവസരമുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, 21-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് അവസരമുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോയി ആപ്ലിക്കേഷൻ അയക്കുക. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റുക. ഓക്കെ, അതുപോലെ തന്നെ അവസാനം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പരമാവധി ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ അയക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിൽ നമ്മുടെ പെയ്ഡ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ 599 ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്കും കാര്യങ്ങളും അതും ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന ആ 2 നമ്പറിലേക്ക് 77 നമ്പർ എന്ന് പറയുന്നത് 77 36 75 0473, അതുപോലെ തന്നെ 9847880473 ഈ നമ്പറിലേക്ക് 2 നമ്പറിലേക്ക് നിങ്ങൾക്ക്
എന്ത് കാര്യവും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് ഇതുവരെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റാതിരുന്നവർ എല്ലാവരും എന്ത് ചെയ്യുക, പോയി ആപ്ലിക്കേഷൻ അയക്കുക. ഓക്കെ, താങ്ക് യു.